ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലത്തെ ചെറിയ പേപ്പർ ഗ്ലാസ്സുകളാണ് എടുത്തിട്ടുള്ളത്. 16 പേപ്പർ ഗ്ലാസ്സുകളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് വെച്ച് നമ്മൾ ഇന്നൊരു വാൾ ഡെക്കറാണ് ചെയ്തെടുക്കുന്നത്. ആദ്യം നമുക്ക് പേപ്പർ ഗ്ലാസിൻ്റെ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് ഇതുപോലെയാണ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ പേപ്പർ ഗ്ലാസ്സുകളും നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കണം. നമുക്കിത് ഫ്ലവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പം നമ്മളത് മുഴുവനായും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഇതുപോലെ ഒന്ന് വിടർത്തി കൊടുക്കാം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഓരോന്നും നമുക്കിതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. ഇതുപോലെയാണ് നമുക്ക് ഓരോന്നും കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പം നമ്മളത് മുഴുവനായും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ പേപ്പർ ഗ്ലാസ്സുകളും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതിനെല്ലാം നമുക്കൊന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കണം. നമ്മൾ പെയിൻറ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് രണ്ടെണ്ണം ചേർത്തൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പം നമുക്കിതിൽ രണ്ടെണ്ണത്തിൽ ഒരേ കളർ പെയിൻ്റാണ് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ളതിൽ ഓരോന്നിലായി നമുക്കൊന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചാനലിൽ ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലൊന്ന് പോയി നോക്കുക. വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ പറയണം. ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതിലെല്ലാം നമ്മൾ ഇതുപോലെ പെയിൻറ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഒരേ കളർ പെയിൻറ് കൊടുത്തെടുത്തിട്ടുള്ള രണ്ടെണ്ണം ചേർത്തൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മളത് ഫെവി ബോണ്ട് വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മളത് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഒട്ടിച്ചു കൊടുക്കാം. എല്ലാ പൂക്കൾക്കും ഒരേ കളർ പെയിൻ്റാണ് വേണ്ടതെങ്കിൽ അങ്ങനെയും നമുക്ക് കൊടുത്തെടുക്കാം. നമ്മൾ പലതരത്തിലുള്ള പെയിൻറ് കൊടുത്തെടുത്തു എന്നേ ഉള്ളൂ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കൊടുക്കാം. ഇപ്പം നമ്മൾ എല്ലാ പൂക്കളും ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോ പൂക്കളുടെയും നടുക്ക് വൈറ്റ് കളർ പെയിൻറ് ഉപയോഗിച്ച് ഇതുപോലെ ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. പൂക്കളുടെ നടുക്ക് നമുക്ക് വുളൻ ത്രെഡ് ചെറുതാക്കി കട്ട് ചെയ്ത് ഒട്ടിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നമ്മളിവിടെ ഓരോ പൂക്കളുടെ നടുക്കും ഇതുപോലെ പെയിൻറ് കൊണ്ട് ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. പറ്റുന്നവരൊക്കെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ട്രൈ ചെയ്ത് നോക്കണേ. ഉപയോഗിച്ച പേപ്പർ ഗ്ലാസ്സുകളാണെങ്കിൽ നമുക്കതൊന്ന് കഴുകി ഉണക്കിയെടുത്താൽ മതി. അപ്പോൾ എല്ലാ പൂക്കളുടെ നടുക്കും നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ എടുത്തിട്ടുള്ളത് ഗ്രീൻ കളർ ചാർട്ട് പേപ്പറാണ്. ഇതിൽ നിന്നും ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് നമുക്ക് ഇലകൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളത് ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ മടക്കി ഇലയുടെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തു. ഇതുപോലെ കുറേ ഇലകൾ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ നമ്മളിവിടെ കുറേ ഇലകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മാർക്കർ ഉപയോഗിച്ച് ഓരോ ഇലയിലും ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ ഇലയിലും നമുക്ക് മാർക്കർ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. കുറച്ച് കട്ടിയുള്ള പേപ്പറിൽ ഗ്രീൻ കളർ പെയിൻറ് കൊടുത്തെടുത്ത് അതിൽ നിന്ന് നമുക്ക് ഇലകൾ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ ഇലയിലും നമ്മൾ ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മളിവിടെ വലിയൊരു കാർഡ്ബോർഡ് പീസിൽ ഫ്ലവർ പോട്ട് പോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് വരുന്ന ഭാഗത്ത് നമ്മൾ ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് പൂക്കൾ ഒട്ടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ വരച്ചെടുത്തത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഗ്രീൻ കളർ പെയിൻറ് കൊടുത്തെടുക്കണം. ഈ ഭാഗങ്ങളിൽ നമ്മൾ കളർ പേപ്പറുകളാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പം നമുക്കിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് നമ്മൾ എടുത്തിട്ടുള്ള കളർ പേപ്പർ ഇതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. കളർ പേപ്പറുകൾ തന്നെ ഒട്ടിച്ചെടുക്കണം എന്നൊന്നുമില്ല, പെയിൻറ് കൊടുത്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതുപോലെ നമ്മളത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് തിരിച്ച് വെച്ചതിന് ശേഷം ഈ ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് കൊടുക്കാം. രണ്ട് ഭാഗവും കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കത് ബാക്കിലേക്ക് ഒട്ടിച്ചെടുക്കണം. ഇനി നമുക്കിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇതുപോലെ നമ്മൾ കളർ പേപ്പർ ഒട്ടിച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു കാർഡ്ബോർഡ് പീസിൻ്റെ ഭാഗങ്ങൾ നമുക്ക് കവർ ചെയ്ത് കിട്ടുകയും ചെയ്യും.
ഇത് നമ്മൾ ഒട്ടിച്ചെടുത്തതിന് ശേഷം നമുക്ക് അടുത്ത പേപ്പറും കൂടി ഇതിലേക്ക് ഒട്ടിച്ചെടുക്കണം. ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത സൈഡിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മളിതിൽ പെയിൻറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുത്ത ഭാഗങ്ങളിലെല്ലാം മാസ്കിംഗ് ടൈപ്പ് ഒട്ടിച്ചെടുത്തതിന് ശേഷം പെയിൻറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇതുപോലെയാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ എടുത്തിട്ടുള്ള അടുത്ത പേപ്പർ നമുക്ക് താഴേക്ക് വരുന്ന ഭാഗത്തും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ വലിയൊരു കാർഡ്ബോർഡ് പീസ് കയ്യിലുണ്ടായിരുന്നത് കൊണ്ടാണ് ഇത്ര വലുതാക്കി ഫ്ലവർ പോട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ചെറിയ കാർഡ്ബോർഡ് പീസാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ ചെറുതാക്കി കട്ട് ചെയ്തെടുത്താൽ മതി. ഇതും നമ്മൾ രണ്ട് ഭാഗവും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കിനി ആദ്യം ഒട്ടിച്ചെടുത്തതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെയും ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മുൻപൊക്കെ എന്നും ക്രാഫ്റ്റ് വീഡിയോ ചെയ്യുമായിരുന്നു. ഇപ്പോൾ വ്യൂസൊക്കെ കുറയുമ്പോൾ നമുക്ക് ക്രാഫ്റ്റ് വീഡിയോ എടുക്കാനായിട്ട് മടിയാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്കിതിൽ റെഡ് കളർ സാറ്റൻ റിബൺ കൂടെ ഒട്ടിച്ചെടുക്കണം. ആദ്യം നമുക്ക് ഇവിടെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഈ ഒരു സാറ്റൻ റിബൺ നമ്മൾ പഴയ ഷാളിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. പഴയ ഡ്രസ്സിൽ നിന്നെല്ലാം കിട്ടുന്ന ലൈസും റിബണും എല്ലാം നമുക്ക് ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം. ഇതിൻ്റെ മുകളിലും താഴെയും നമ്മൾ സാറ്റൻ റിബൺ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാറ്റൻ റിബണൊക്കെ ഇതുപോലെയാണ് അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇതിൽ പൂക്കൾ ഒട്ടിച്ചെടുക്കുന്നതിന് മുൻപ് തന്നെ നമുക്കിതിൻ്റെ ബാക്കിൽ ചുമരിൽ തൂക്കിയിടാനുള്ളത് ഒട്ടിച്ചെടുക്കണം. ഈ ഒരു ഭാഗത്തിന് നമ്മൾ ഗ്രീൻ കളർ പെയിൻ്റ് ഒന്ന് കൊടുക്കുകയാണ്. അതിന് ശേഷമാണ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള പൂക്കളെല്ലാം നമ്മൾ ഇതിലേക്ക് ഒട്ടിച്ചെടുക്കുന്നത്. ആദ്യം നമ്മൾ പൂക്കളെല്ലാം ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുന്നുണ്ട്. ഇനി നമുക്ക് ഓരോന്നിലും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. പൂക്കൾ നമ്മൾ ഫെവി ബോണ്ട് വെച്ചാണ് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ എല്ലാ പൂക്കളും ഒട്ടിച്ചെടുത്തു. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഇലകൾ കൂടെ നമുക്കിതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ എല്ലാ ഇലകളും നമുക്കതിലേക്ക് ഒട്ടിച്ചെടുക്കണം. പൂക്കളുടെ ഇടയിലും നമ്മൾ ഇലകൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇലകളും നമ്മളെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഉപയോഗിച്ച പേപ്പർ ഗ്ലാസ് ആണെങ്കിലും ആരും ഇനി വെറുതെ കളയരുത്, കഴുകിയെടുത്ത് ഇതുപോലെയൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ന് പറയുന്നത് പോലെ തന്നെ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ മുൻപ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുള്ള ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കാൻ മറക്കരുത്. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.